ലോകത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ ഒരു സിനിമ. അത് അതിൻ്റെ ടെക്നിക്കാലിറ്റി കൊണ്ടോ സൗണ്ട് എഫക്റ്റ് കൊണ്ടോ അല്ല, ആണികളുടെ ശബ്ദം കൊണ്ടും കുരിശിൻ്റെ ഭാരം കൊണ്ടും കല്ലറയുടെ നിശബ്ദത കൊണ്ടും ജനക്കൂട്ടങ്ങളെ പിടിച്ചുകുലുക്കിയ ഒരു സിനിമ. പുതിയ ഒരു കഥ ഉണ്ടാക്കി അവതരിപ്പിച്ചതല്ല, കർത്താവായ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 12 മണിക്കൂർ എത്ര ക്രൂരമായിരുന്നു എന്ന് വരച്ചു കാട്ടുകയായിരുന്നു മെൽ ഗിബ്സൺ. ലോകത്തിന് ഈ പടം കാണുന്നവർക്ക് അതത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിലിമല്ല, പക്ഷേ ആത്മീയതയിലേക്ക് അവരെ തിരിച്ചു വിളിക്കുന്ന പല ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. $611 മില്യൺ എക്കണോമിക് വർത്ത് ഈ ഫിലിം ഉണ്ടാക്കിയെങ്കിൽ ഏകദേശം $311 ആ സിനിമയുടെ മേക്കിങ്ങിന് വേണ്ടി ചെലവായി. അതിനേക്കാൾ ഉപരിയായി ഈ ചിത്രം അനേക ആത്മാക്കളെ സ്വാധീനിച്ചു. ലോകത്തിൻ്റെ പല കോണിൽ നിന്ന് അച്ഛന്മാരും പാസ്റ്റർമാരും ഈ പടത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ചില റിപ്പോർട്ടുകൾ നടത്തിയത് ഇങ്ങനെയാണ്. 20 വർഷമായി കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച സ്ത്രീ ഈ ചിത്രം കണ്ടതിന് ശേഷം പള്ളിയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. സ്ഥിരമായി അബോർഷനിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഡോക്ടർ ഈ സിനിമയിലെ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിൻ്റെ കഠിനമായ രംഗങ്ങൾ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിച്ചു വന്നു. തടവുപുള്ളികൾ ഈ സിനിമ കണ്ട് അവരുടെ ചാപ്ലിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കുമ്പസാരിക്കാൻ. എന്നിട്ട് പറയുന്നു, ക്ഷമ കൊടുക്കുന്നത് എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഫിലിം നിർമ്മിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. ഹോളിവുഡ് ഈ സ്റ്റോറി തള്ളിക്കളഞ്ഞു. ഹോളിവുഡിലെ മേജർ സ്റ്റുഡിയോസ് ഈ സിനിമ മേക്ക് ചെയ്യാൻ അവസരം കൊടുത്തില്ല. സിനിമയ്ക്ക് ഫണ്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. മെൽ ഗിബ്സൺ തന്നെയാണ് ഇതിനു വേണ്ടുന്ന ഫണ്ട് ലോണിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും കണ്ടെത്തിയെടുത്തത്. യഹൂദ മതപ്രമാണികളുടെ കൊള്ളരുതായ്മകളും കർത്താവിനെതിരെ പ്രവർത്തിച്ച പെരുമാറ്റങ്ങളും ഈ സിനിമയിലൂടെ ദൃശ്യമായതുകൊണ്ട് പ്രമുഖരായിട്ടുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റികൾ ഇതിനെ നിശിതം വിമർശിക്കുകയാണ്. ആൻറ്റി സെമിറ്റിക് സിനിമയായൊക്കെ അതിനെ മുദ്രകുത്തുന്നുണ്ട്. മെൽ ഗിബ്സൺ ഇതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയി. അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും സമൂഹത്തെ അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന സിനിമയല്ല, യൂണിവേഴ്സൽ സിൻ ഓഫ് ദ ഹ്യൂമാനിറ്റി അത് പുറത്തേക്ക് കൊണ്ടുവരാനാണ് താൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. ക്രിസ്തുവിൻ്റെ വേഷമിട്ട ജിം കോസൽ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് ഇടിമിന്നലേറ്റു. ഭാരമേറിയ കുരിശ് ദീർഘസമയം ചുമന്നതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ഷോൾഡറിന് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു. ദീർഘസമയം കാലാവസ്ഥയിലേക്ക് എക്സ്പോസ് ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ഹൈപ്പോതെർമിയ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ നിരവധി സഹനങ്ങൾ. നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വ്യക്തികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. എന്നാൽ 2000 വർഷം മുമ്പ് ചരിത്രപുരുഷനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജീവിക്കുകയും മനുഷ്യരോട് സംവദിക്കുകയും അവരുടെ കുറ്റങ്ങൾ തോളിൽ വഹിച്ചുകൊണ്ട് നിരവധി സഹനങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അവസാനം ക്രൂശിക്കപ്പെട്ട് മരിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത് സിനിമയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അവൻ്റെ ക്ഷതങ്ങൾ നമ്മുടെ രക്ഷയുടെ അച്ചാരമാണ്. സഭാപിതാക്കന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തു കുരിശ് വഹിച്ച് നടന്നു കയറിയ ഗാഗുൽത്താമല, അല്ലെങ്കിൽ കപാലം എന്ന മറ്റൊരു വിളിപ്പേര്, ആ വാക്കിൻ്റെ അർത്ഥം തലയോട്ടിയുടെ ഇടം എന്നാണ്. ഗാഗുൽത്താമല അതിൻ്റെ ഷേപ്പിൽ ഏകദേശം ആ തലയോട്ടിയുടെ രൂപ സാദൃശ്യമുള്ള ഒരു മലയായിരുന്നു. സഭാപിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിക്കും, ഇത് ആദത്തിൻ്റെ തലയോട്ടിയുടെ പ്രതീകമാണ്. ആദം വഴി വീണുപോയ നരവംശം ഈ ആദത്തിൻ്റെ തലയോട്ടിയിലേക്ക് കുരിശിൽ നിന്ന് വാർന്നിറങ്ങിയ രക്തം പതിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മനുഷ്യവംശം കർത്താവിൻ്റെ തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ടു എന്നൊരു അർത്ഥവും സഭാപിതാക്കന്മാർ നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളും രക്ഷിക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
ഈ ബലിയർപ്പണം വഴിയാണ്. രക്ഷയുടെ അടയാളമായ കുരിശിനെ നമുക്ക് നമിക്കാം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു. ആമേൻ.